കാലവർഷം എത്താൻ ഇനി അധികമില്ല അല്ലേ? ജൂൺ മാസത്തിലൊക്കെ തകർത്ത് പെയ്യുന്ന മഴയുണ്ടായിരുന്ന കാലമാണ്. പക്ഷേ ഈ കാലവർഷം എത്തും മുൻപേ പകർച്ചവ്യാധി ഭീഷണിയിലായിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. 4 മാസത്തിനിടെ സംസ്ഥാനത്ത് 26 പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് 8 പേരാണ്. MG പ്രതീഷ് നൽകും വിവരങ്ങൾ. തിരുവനന്തപുരത്ത് നിന്നാണ് MG പ്രതീഷ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മഴക്കാല പൂർവ്വ പ്രതിരോധങ്ങൾ, അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തേണ്ട സമയമാണ്. ഇപ്പോൾ തന്നെ ഈ പകർച്ചവ്യാധികൾ, കാലാവസ്ഥാ മാറ്റത്തിന്റെ ആ ഒരു സമയമാണല്ലോ, അപ്പോൾ കൂടുതൽ പകർച്ചവ്യാധികൾക്കൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. എന്താണ് വിവരങ്ങൾ? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ഈ അടുത്ത മാസം അവസാനത്തോടു കൂടി തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടത്തും ആരംഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് ഒന്നും എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ സാഹചര്യത്തിലാണ് പകർച്ചവ്യാധി ഭീഷണി കൂടി നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 4 മാസത്തെ കണക്കെടുത്താൽ ആ കണക്കുകൾ തന്നെ വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. 26 പേരാണ് സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച മരിച്ചത്. ഒപ്പം 8 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചുവെന്ന് ആരോഗ്യവകുപ്പിന്റെ തന്നെ ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മഴക്കാലം എത്തും മുമ്പ് തന്നെ ഈ പകർച്ചവ്യാധികൾ ബാധിക്കുകയും ഒപ്പം പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച ശേഷമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, 2 പേർ ഈ വർഷം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചുവെന്ന് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ മലിനജലത്തിലൂടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പകരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ഈ നേരത്തെയൊക്കെ തന്നെ നിരവധി മരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് നിലവിൽ അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം, ഓട, ഈ ചെറിയ തോടുകൾ, കനാലുകളൊക്കെ തന്നെ ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ നവീകരിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. പക്ഷേ പലയിടങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കണക്കുകൾ ആരോഗ്യവകുപ്പ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 50 കടന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പകർച്ചവ്യാധി ബാധിതരുടെ എണ്ണം, ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ ഉയരാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് ആരോഗ്യവകുപ്പും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നതാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. സ്മിത, ക്രിസ്റ്റീന. പ്രതീഷ് MG ആണ് വിവരങ്ങൾ നൽകിയത്. ക്രിസ്റ്റീന, ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനം വേണ്ടത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം. അത് മഴക്കാലം 4 മഴ പെയ്ത് പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴല്ല ഇത് ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഓട്ടോറിക്ഷയിൽ വഴുതല ഭാഗത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും ഇവിടെ വെള്ളം കെട്ടിത്തുടങ്ങി. അപ്പോൾ ആ ഡ്രൈവർ പറയുമായിരുന്നു, ഇത് നോക്കി ഇത്രയും കാലം സമയം ഉണ്ടായിരുന്നു, അപ്പോൾ ഈ കാനകളിലൊക്കെയുള്ള അഴുക്കുകൾ കളഞ്ഞ് കാനകൾ ക്ലീൻ ചെയ്യുക, അതുപോലെ അവിടെ ഇവിടെയൊക്കെയുള്ള പണികൾ ചെയ്യുക, വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ. അതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്നൊരു സാധാരണക്കാരൻ ഓട്ടോറിക്ഷ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അത് മനസ്സിലാകും. അപ്പം ഞാനും ആലോചിച്ചു, ഇപ്പോൾ സമയമുണ്ട്. ഇനി മഴ പെയ്ത് കാനയൊക്കെ നിറഞ്ഞ് മലിനജലം കെട്ടി ട്രാഫിക് ബ്ലോക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യാൻ നിൽക്കാതെ ഇപ്പോഴേ അതൊക്കെ എല്ലാവരും ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നു. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ ഒരു ചുമതലയുള്ളത്.